ലോപ്പസേ, അപ്പൊ നമുക്ക് കർക്കിടക ചികിത്സ അങ്ങ് തുടങ്ങാം അല്ലേ? അയ്യോ, പിന്നെ ഇല്ലേ, ഒഴിച്ചിലും പിഴിച്ചിലും തുടങ്ങാൻ പോവുകയാണെന്നാ മാർക്കോ പറഞ്ഞത്. അയ്യോ, അഴിക്കടാ, ഉടുപ്പഴിക്കാൻ അഴിക്കാൻ പറഞ്ഞത് കേട്ടില്ലേ? ഉടുപ്പഴിക്ക് രണ്ടുപേരും. അയ്യോ മാർക്കോ, അത് ഞങ്ങള് പിന്നെ അങ്ങോട്ട് അഴിക്കടാ. വേഗം. സാറ് പറഞ്ഞായിരുന്നു, പോലീസ് സ്റ്റേഷനിൽ കയറ്റിയപ്പോ പെട്ടെന്ന് കുറ്റം സമ്മതിച്ചതുകൊണ്ട് നിങ്ങൾ രണ്ടെണ്ണത്തെയും ശരിക്കൊന്ന് കൈകാര്യം ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇനി ലോക്കപ്പ് മർദ്ദനം ഇവിടെ. അയ്യോ, ഞങ്ങൾക്ക് മോന്റെ കയ്യിൽ നിന്ന് ഇടികൊള്ളാനുള്ള കപ്പാസിറ്റി ഇല്ല മാർക്കോ. കപ്പാസിറ്റി ഇല്ലാത്ത നീയൊക്കെ ചെയ്തു കൂട്ടുന്ന ഓരോരോ പ്രവൃത്തികളുണ്ടല്ലോ, അതൊക്കെ പെറ്റ തള്ള സഹിക്കത്തില്ല. കണ്ണൻ സാറോ മഹാലക്ഷ്മിയോ പറഞ്ഞിട്ടല്ല ഞങ്ങളിത് ചെയ്യുന്നത്. എന്നാൽ അവർക്ക് വേണ്ടി തന്നെ ഇത് ചെയ്യുന്നത്. നിന്റെയൊക്കെ ശരീരത്തില് പുറമേ പരുക്ക് വരുത്താതെ ഉള്ളിലെ അവയവങ്ങളെ മെരുക്കാൻ ഞങ്ങൾക്കറിയാം. ഇനി പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും നിനക്കൊക്കെ പ്രയാസമായിരിക്കും. ആ സമയത്ത് നീയൊക്കെ ഓർക്കണം ഞങ്ങളുടെ മുഖം. എന്നിട്ട് ഇനിയെങ്കിലും നേരും നന്മയുള്ള കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയെയും ശല്യം ചെയ്യാതെ നീയൊക്കെ മാറി നിൽക്കണം. പറഞ്ഞത് കേട്ടോടാ. അത് ഞങ്ങള് ചെയ്തോളാം മാർക്കോ മോനെ, അതിന് ഞങ്ങള് തല്ലണ്ട. നിന്റെയൊക്കെ വാക്കുണ്ടല്ലോ, അതിന് ഒരു നിമിഷത്തെ ആയുസ് പോലും ഇല്ലടാ. അത്രയ്ക്ക് നെറുകെട്ട നാവാടാ നിങ്ങൾ രണ്ടിന്റെയും. അന്ന് കോടതിയില് നീ സത്യം പറയാൻ വേണ്ടി പ്രതാപ നിന്റെ മോളെ ഞങ്ങൾ കത്തിമുനയിൽ നിർത്തിയിരിക്കുകയായിരുന്നു. ഇനി പക്ഷെ അവളെ തട്ടിക്കൊണ്ടുവരുന്നത് അവളെ കത്തിമുനയിൽ നിർത്താനായിരിക്കില്ല, അവളുടെ കഴുത്തിൽ കത്തി കയറ്റാനായിരിക്കും. അയ്യോ വേണ്ട വേണ്ട. നിനക്ക് ഒന്നേ ഉള്ളൂ, ആണായിട്ടും പെണ്ണായിട്ടും. അത് നീ ഓർത്തോണം. അതുപോലെ തന്നെ നിന്റെ മോൻ ഇപ്പൊ മുകളിലോട്ട് നോക്കി കിടക്കുമല്ലേ? തോമസ് വൈദ്യന്റെ അടുത്ത് പോയതുകൊണ്ട് അവന് ചെറിയ മാറ്റങ്ങളുണ്ടെന്നറിയാൻ കഴിയും. അവന്റെ ആയുസിനും വലിയ നീളമൊന്നും ഉണ്ടാവില്ല. അവൻ വീണ്ടും എഴുന്നേറ്റ് നടക്കുമ്പോ കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയെയും ദ്രോഹിച്ച. എങ്ങനെയാ നിന്റെ മോൻ വീണെന്ന് നിനക്കറിയാമോ മാമ? അന്ന് കണ്ണൻ സാറും മേഘനും കൂടി സഞ്ചരിച്ചിരുന്ന കാറിന്റെ മുന്നിലൂടെ പോയ ഇവന്റെ ബൈക്കില് മേഘൻ കാറ് പാഞ്ഞു കയറ്റുകയായിരുന്നു. അവൻ ഇവനെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. ആ സമയത്ത് കണ്ണൻ സാറിന് നടക്കാൻ കഴിയുമായിരുന്നടാ പ്രതാപ. അങ്ങനെയുള്ള കണ്ണൻ സാറാ എന്നെ രക്ഷിച്ചത്. നിന്റെ മോനെ കിടപ്പിലാക്കിയത് കണ്ണൻ സാറാടാ വാമ. അത് നിന്റെ മോനറിയാം. പക്ഷേ ആ കഥകൾ പറയാനുള്ള ശേഷി അവനിപ്പോ ഇല്ലാതെ പോയി. അവന്റെ നാവ് തളർന്നുപോയി. അപ്പോഴേ നമുക്ക് തുടങ്ങിയാലോടാ ലോപ്പസേ? എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നേ? തുടങ്ങാം. വേണ്ട. അയ്യോ വേണ്ട 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 മാർക്കോ, വേണ്ട വേണ്ട. അയ്യോ പറ.